ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളവൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ വീഡിയോസ്. ഇവനാണ് ലൂണേൻ്റെ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഓണർ. അപ്പോൾ നമ്മൾ ഇവൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഓണർക്കും കൂടി കാണിച്ചു കൊടുക്കണം. പഠിച്ചത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓണർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. സീറ്റ് ഇവിടെ ട്രീറ്റ് കൊടുത്ത്, ഡൗൺ ഇവിടെയും ട്രീറ്റ് കൊടുത്ത്, സ്ലീപ്പ് നോ സ്ലീപ്പ് ഇവിടെയും ട്രീറ്റ് കൊടുത്ത്, റോൾ ഇവിടെയും ട്രീറ്റ് കൊടുത്ത്, ഓക്കെ ഗെറ്റ് അപ്പ് ഇവിടെയും ട്രീറ്റ് കൊടുത്ത്, നേരെ ഇടത്തെ കൈ ഹീൽ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹീലായി. പിന്നെ അടുത്തത് സ്റ്റേ ആക്കി കുറച്ചിങ്ങോട്ട് പോവാം. നേരെ വരുക, ഒരു ട്രീറ്റ് ഇവിടെയും കൊടുക്കുക. സ്റ്റേ ഇനി റീകോൾ ചെയ്യുക. അപ്പൊ അവിടെ തന്നെ നമുക്ക് ഓക്കെ കാം ലൂണ സീറ്റ് നേരെ വന്നു കഴിഞ്ഞാൽ എപ്പോ ഫ്രണ്ടിൽ ഇരിക്കണം. ഇവിടുന്ന് നേരെ ഹീൽ, ഇടത്ത ഭാഗത്ത് ഡോഗ്, വലത്ത് കൈമേലെ ലീഷ്. എപ്പോ ഈ ഇടത്ത് കൈ എപ്പോ നമ്മൾ ഫ്രീ ആയിരിക്കണം. ഹീൽ ഹീൽ യെസ്. ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് സമയം നടന്ന് ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ അടുത്ത സൈഡിൽ ഇങ്ങനെ ഹീല് ഇരിക്കണം. അവിടെ നമ്മൾ ഒരു ട്രീറ്റ് കൊടുക്കണം. ഈ ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 ആഴ്ച എന്തായാലും ഇതേപോലെ തന്നെ ചെയ്യാം. ഈ കാണിച്ചാൽ അതേ രീതിയിൽ തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ട്രീറ്റ് കുറച്ച് വരാം. അടുത്തത് കൂട്ടിലെല്ലാം കയറാൻ വേണ്ടിയിട്ട് ഗെറ്റിന് ഡോഗിനെ ഇവിടുന്ന് ഗെറ്റിൻ കൂട്ടില് സീറ്റ് ഇവിടെ സിറ്റാക്കി സ്റ്റേ പറഞ്ഞ് സ്റ്റേ വിളിച്ചാൽ മാത്രമേ വരാൻ പാടുള്ളൂ. നമ്മളിവനെ വിളിച്ചാൽ മാത്രമേ അതിൻ്റെ ഒന്നും ചെയ്യാൻ പാടുള്ളൂ. അഥവാ ഇവൻ തെറ്റിച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. എന്താ ഷെയ്ക്കാനെല്ലാം വന്ന് നേരെ കൈ വിടുന്നു. ഷെയ്ക്കാൻ ഇവിടെ ഇങ്ങനെ വന്ന് ഷെയ്ക്കാൻ കൊടുക്കുക. എന്നിട്ട് ഒരു ട്രീറ്റ് കൊടുക്കുക. സിറ്റ് ഞാനിപ്പോൾ കാണിച്ചതെല്ലാം ആക്ഷനിലാണ്. ഞാനിങ്ങനെ പറയുന്നുണ്ട്, സിറ്റ് ഡൗൺ സ്ലീപ്പ് എല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാം. പക്ഷെ എങ്കിൽ ഈ ആക്ഷനോട് കൂടിയിട്ട് അത് പറയണം. എന്നാലും ഡോഗിന് മനസ്സിലാവും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പിന്നെ ആക്ഷൻ വേണമെന്നില്ല. പിന്നെ നമ്മൾ സിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അപ്പം നമുക്ക് ഇപ്പം ഈ ആക്ഷനോട് കൂടി തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. സിറ്റ് എടുത്തോ, ഡൗൺ ഡൗൺ സ്ലീപ്പ് സ്ലീപ്പ് roll okay get up sit down sleep roll get up അവിടെ കൊടുക്കും. ഇനി ഇടത്തെ കൈ കാണിച്ച് ഹീലാക്കും. ഹീൽ അവിടെയും കൊടുക്കും. വലത്തെ കൈമ ലീഷാക്ക് ലൂസിൽ ഇട്ടാൽ മതി. എന്നെ നടന്നാ ഓക്കെ കം ഓക്കെ കം സിറ്റ് ആയിക്കോ. സിറ്റ് സ്റ്റേ ആക്കിയ സിറ്റ് ഗുഡ് ബോയ്. സ്റ്റേ
സ്റ്റേ ഇനി സ്റ്റേ ആക്കിയിട്ട് അങ്ങ് ബാക്ക് സൈഡിലേക്ക് പോകും. എന്നു സ്റ്റേ പറ. സ്റ്റേ അങ്ങേ സൈഡിലേക്ക് കൊടുപ്പോ, ബാക്കിലേക്ക്. അപ്പൊ ഏത് ഭാഗത്ത് പോയാലും ഡോഗ് സ്റ്റേ ആയിരിക്കും. മനസ്സിലായില്ലേ? ഫ്രണ്ടിലേക്ക് മാത്രമല്ല ഡോഗ് സ്റ്റേ. നമ്മൾ ഏത് സൈഡിലേക്ക് പോകുന്നു ആ സൈഡിൽ എങ്ങനെയായാലും സ്റ്റേ ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ഇപ്പം കാണിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കാം. നിങ്ങൾ ഡോഗിനെ റൗണ്ട് ചെയ്ത് വന്നു സ്റ്റേ ആക്കിയിട്ട് സ്റ്റേ കൊടുക്കട്ടെ. ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞ അവിടെ പോയിരുന്നിട്ട് കമ്മോളിക്കാം. സ്റ്റേ കേക്കാം. ഫ്രണ്ടിൽ ഇരുത്തണം. ഗുഡ്. ഹീൽ ഹീൽ എപ്പ വിളിച്ചാലും ഫ്രണ്ടിലായിരിക്കണം സിറ്റ് ആവേണ്ടത്. ഇത് ശരിയായിട്ടില്ലല്ലോ. അത് മാറ്റി ഇരുത്തിക്കോ. ഹീൽ നോ 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 ഹീൽ സിറ്റ് ആവട്ടെ. ആ ഇനി ഇവിടെ സ്റ്റേ പറ. സ്റ്റേ ഇവിടുന്ന് വിളിച്ചോ, റീകോൾ ചെയ്തോ. കം സിറ്റ് സിറ്റ് ഹീലാക്ക്. അടുത്ത കൈ കാണിക്ക്. കം നോ നോ ഹീൽ ഗുഡ് ബോയ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തി മതി. അങ്ങനെ അറിയാലോ. ഗെറ്റ് ഇൻ സിറ്റ് സ്റ്റേ ഒന്നുകൂടി സ്റ്റേ പറഞ്ഞോ. സ്റ്റേ വിളിച്ചോ. കം സിറ്റ് ഷേക്കൻ. ഓക്കെ അറിയില്ലേ? ഒന്നുകൂടി വാങ്ങ. ഷേക്കൻ. ഒന്ന് ഹീൽ പറഞ്ഞു. ബിസ്ക്കറ്റ് എടുക്കണമെന്നില്ല. അതെ ഹീൽ എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രീറ്റ് കൊടുത്താൽ. ഓക്കെ ട്രീറ്റ് കാണിച്ചിട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ ഓക്കെ ഓനെ ട്രീറ്റ് കാണിച്ചിട്ടൊന്നുമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നല്ല പഠിച്ചാൽ അതിന് കണക്കായിട്ടുള്ള ഒരു ട്രീറ്റ് അത് കിട്ടുന്നത്. അപ്പൊ അത് ഓക്കെ ആയിരുന്നു. ഓക്കെ നമ്മുടെ ട്രെയിനിങ്ങിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇപ്പൊ ചെയ്യാം. ആദ്യത്തെ ചാട്ടെല്ലാം പോയി. ഒന്നും പ്രശ്നമില്ല. ഇപ്പൊ ആദ്യം ഭയങ്കര ചാട്ടല്ലാണ്. നല്ല ആട്ടായിരുന്നു. അപ്പൊ ഇവനിപ്പം നല്ല അനുസരണയുള്ള കുട്ടി ആയിട്ടുണ്ട്. പറഞ്ഞാൽ എന്താണോ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ നമുക്ക് ഒരു മാസം മുന്നിൽ കാഞ്ഞിലേരിയിൽ നിന്ന് വന്നതാണ് നമ്മളെ ലൂണ, ജർമ്മൻ ഷെപ്പേർഡായ ഡോഗ്. അപ്പോ അതിന്റെ ഓണേഴ്സ് ആണിത്. ഇവരുടെ പേര്, നിങ്ങളുടെ പേര് ഉണ്ണികൃഷ്ണൻ കൈലാസ്. ഓക്കെ. നമ്മളെ ട്രെയിനിങ് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നു. അപ്പൊ ആദ്യം നിങ്ങളുടെ ഡോഗ് എങ്ങനെയായിരുന്നു, ഇപ്പോ എങ്ങനെയുണ്ടത് ട്രെയിനിങ് കഴിഞ്ഞിട്ട്? നിങ്ങൾക്ക് ആദ്യം കുറച്ച് പേടിയായിരുന്നു അല്ലേ ഡോഗിന്റെ അടുത്ത്? പേടിയില്ല. ഇപ്പൊ ട്രെയിനിങ് ചെയ്തുകൊണ്ട് ഇപ്പൊ അത് നിൽക്കുന്നുണ്ടല്ലോ. നല്ല മേലെ കയറുന്നത് നല്ലോണം ചാടി കയറുന്നുണ്ടായിരുന്നു. ചാടി കയറുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ അടുത്ത് പോകാറില്ല. ഇപ്പൊ നോക്കാം. ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയൊക്കെ നോക്കാം. എല്ലാം പ്രാക്ടീസ് ചെയ്യുക, കണ്ടീഷൻ ആക്കാം നമുക്ക്. ഇനി അങ്ങോട്ടോളം ഇനി പ്രാക്ടീസ് ആണ്. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്ന അത്രത്തോളം അടിപൊളിയാവും നമുക്ക്.